What's up, guys? Welcome back to another video. Long time no see. I know. Finally, ഒരു റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടീസർ കണ്ടിട്ട് ഞാൻ ഒരു വട്ടം ഞെട്ടിയതാണ്. ഇത് ആ ഒരു ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഒരു കാർ ചേസിങ് VFXും കാര്യമൊക്കെ കണ്ട് കണ്ണു തള്ളിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ സ്പോൺസർ വിക്സ് ഇൻഹേലറാണ്. എനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ട് ഓക്കെ നമുക്ക് കണ്ടു നോക്കാം. റൈറ്റ്, dude, a plane. നൈസ് ഗ്രേഡ് ആട്ടോ. സംഭവത്തിന് ഏറ്റവും വലിയ പത്രം കണ്ടല്ലോ ടീമാണ്. അവർക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ഓറഞ്ച് സ്റ്റീൽ ലുക്ക് പിടിച്ചെങ്കിലും നല്ല സട്ടിലായിട്ട് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലൈൻഡ് പ്രോസസ് അല്ല. സ്കെച്ചിങ്ങിൽ കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ട്രെയിലർ എടുത്ത് കൊള്ളാട്ടോ. സാരി പറഞ്ഞ പോലെ കേസിന്റെ സ്പെസിഫിക്സും സമയവും ഒന്നും അറിയാതെ ആഴ്ചകൾക്ക് മുമ്പ് കണ്ട ഫേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആ കണ്ണും ഐബ്രോസും ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ കഷ്ണം നിങ്ങൾ കാണിച്ചിട്ട് അല്പസമയത്തിന് ശേഷം ഒരു മെറ്റൽ ചെയ്യാൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ലോകത്തിലെ ഏത് രണ്ട് മനുഷ്യരുടെയും മുഖങ്ങൾ തമ്മിലുള്ള ചെറിയ വേരിയേഷൻസ് പോലും നമുക്ക് ഇൻസ്റ്റന്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ആ ഫയർ CG ആണോ? പ്രാക്ടിക്കലി ഇങ്ങനെ ഷോട്ട് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഒക്കെ ആക്ഷൻ ആണ് തോന്നുന്നു കേട്ടോ. അവളുടെ മെമ്മറി ലാ ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം. Car chasing scene. It's really good. Really good. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവളെ കില്ലറിനെ നേരിട്ട് കണ്ട ആ ക്രൈം സീൻ. Plane sequence. Dude, no way. ആ പ്ലെയിൻ സീക്വൻസ് ഉണ്ട് നിങ്ങൾ അവളെ കില്ലറിനെ നേരിട്ട് കണ്ട ആ ക്രൈം സീൻ. പ്ലെയിൻ ഫൈറ്റ് സീനോ? അതും പ്രാക്ടിക്കലി ചെയ്തിരുന്നു. ഓ ഡ്യൂഡ്, ഇത് വേറെ ലെവൽ പടാന്ന് തോന്നുന്നു കേട്ടോ. എടാ, ഇത് വേറെ ലെവൽ. ഇത് ലൈക്ക് ടോപ്പ് ടിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഒരു രക്ഷയില്ല. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ഡ്യൂഡ്, ഇത് ടെക്നിക്കലി ഹോളിവുഡിനെ ടോപ്പിലെത്തിക്കാൻ ശേഷിയുള്ളൊരു പടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇനീഷ്യൽ ആ പ്ലെയിൻ ഷോട്ട് തന്നെ എടുത്താൽ ഇറ്റ്സ് റിയലി വെൽ ഡൺ. ലൈക്ക് VFX സ്റ്റാൻഡ് പോയിന്റിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സൂപ്പർ. ലൈക്ക് ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്ന മൈൻസ്റ്റീൻ സ്റ്റുഡിയോസ് ആണെന്ന് തോന്നുന്നുണ്ട്. മൈൻസ്റ്റീൻ സ്റ്റുഡിയോ I'll argue one of the best, ഇന്ത്യയിലെ one of the best VFX studios ആണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മൈൻസ്റ്റീൻ സ്റ്റുഡിയോസിൻ്റെ വർക്ക് 2018 മിന്നൻ മുരളി, നീലവെളിച്ചം,
അങ്ങനത്തെ പടങ്ങളാണ് മൈൻഡ് സീൻസ്. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സിലെ വെള്ളത്തിൽ മറ്റേ തിളങ്ങുന്ന ആൽഗെ അത് ചെയ്തത് ഇവരാണ്. നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തുള്ള ലൈക്ക് നമ്മൾ പിക്ക് ചെയ്യാത്ത ടൈപ്പ് വർക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതുവരെ. ഇതും ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ്. ഈ പ്ലെയിൻ്റെ സീക്വൻസിൽ ഇവർ VFX നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് എന്തോ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലെയിനിൽ സ്റ്റോറിയിൽ പ്ലേ ചെയ്യാൻ. സോ പ്ലെയിൻ ഭയങ്കര നല്ല അടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ട്, ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ട്, ആ റൺവേയിലേക്ക് കയറുന്ന ഒരു ഷോട്ടുണ്ട്. അതിൽ നോക്കിയാൽ ആ പ്ലെയിൻ്റെ ഡേർട്ടും കാര്യമൊക്കെ കണ്ടോ. ലൈക്ക് യൂഷ്വലി നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന VFXലൊക്കെ കാണുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മോഡൽസ് എല്ലാം ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഇത് കറക്റ്റായ ഒരു ഗ്രഞ്ചും ഡേർട്ടും ഒക്കെ പിടിച്ചിട്ട് പക്ക റിയലിസ്റ്റിക് സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫയറിൻ്റെ ഷോട്ട് ഇവർ പ്രാക്ടിക്കലി ചെയ്താണോ ആണോ എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഷോട്ടാണ്. മൈൻഡ് സീൻ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഡൗട്ട്. VFX ആണെങ്കിൽ ഒരു രക്ഷയില്ല, പ്രാക്ടിക്കലാണെങ്കിൽ ഒരു രക്ഷയില്ല. രണ്ടാണെങ്കിലും നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പക്ക സിനിമാറ്റിക് ഷോട്ട്സും ഗ്രീഡാണെങ്കിലും എന്തോ ഫ്രീക്വൻ്റ്ലി കണ്ടുവരുന്നൊരു കുഴപ്പമൊന്നും, ഈ ടീൽ ഓറഞ്ച് ലുക്ക് വർക്ക്സ് ബട്ട് പീപ്പിൾ ഓവർ യൂസ് ഇറ്റ് ആൻഡ് ഓവർ യൂസ് ഇറ്റ് ടു പോയിന്റ് ദേ ഈ സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് അപ്പ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാർഷാണ്, കണ്ടിരിക്കാൻ തോന്നില്ല. പക്ഷേ ഇതിന് ഭയങ്കര സട്ടിലായിട്ട് അത് ആ ത്രില്ലർ മൂഡിന് പറ്റിയ ഒരു ഡിസാച്ചുറേറ്റഡ് ലെവലിലാണ് ഇവർ പിടിച്ചേക്കുന്നത്. അത് അഖിൽ പോൾ, അനസ് ഖാൻ, ടോവിനോ തോമസ് കോമ്പസോ അഖിൽ പോൾ, അനസ് ഖാൻ, ടോവിനോ തോമസ് കോംബോ വന്നിട്ടുള്ളത് ഫോറൻസിക് ആണ്. ഫോറൻസിക് ഞാൻ ഈ അടുത്താണ് ആക്ച്വലി കണ്ടത്. വളരെ ക്ലീൻ എക്സിക്യൂഷൻ, ഓക്കെ പടം എന്നാണ് തോന്നിയത്. അതിൽ നിന്ന് ഇതിലേക്ക് ഭയങ്കര ഒരു ജമ്പാണ് കേട്ടോ. ഐ മീൻ ടെക്നിക്കലി ആണെങ്കിലും ലൈക്ക് ഓവറോൾ മൂഡാണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ സാധനം പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ടൈറ്റിലാണെങ്കിലും മൊത്തത്തിൽ എൻ്റെ ഡിസൈൻ, ലൈറ്റിങ്, ക്യാമറ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ സിങ്ക് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ആ രീതിയിൽ അത് കാണാനുണ്ട്, എല്ലാ ഷോട്ടിലും അത് കാണാനുണ്ട്. എല്ലാ ഷോട്ടും അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ട് പ്ലാൻ ചെയ്ത് എടുത്തതാണെന്ന് കണ്ടാൽ പറയും. അങ്ങനെയുള്ള സിനിമകൾ വളരെ റെയറാണ്. ലൈക്ക് മോളിവുഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ടെക്നിക്കലി നമ്മൾ ഭയങ്കര അഡ്വാൻസ് ആയിട്ട് വരികയാണ്. ലൈക്ക് ബൈ ദി എൻഡ് ഓഫ് 2024 അത് നല്ല വിസിബിളാണ്. 2024 ഇറങ്ങിയ പടങ്ങളെല്ലാം ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പടങ്ങളുണ്ടെങ്കിലും സ്റ്റൈലിലും അതിൻ്റെ എക്സിക്യൂഷനും കൺസിസ്റ്റൻസി അത്ര വന്നിട്ടില്ലായിരുന്നു തുടക്കം. പക്ഷേ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സ്റ്റൈല് ഡയറക്ടേഴ്സും DOPസും ഒക്കെ നല്ല ആ ഒരു സ്റ്റൈൽ അങ്ങോട്ട് പക്ക പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ആവേശത്തിലാണെങ്കിലും അല്ലെങ്കിൽ മാർക്കോ, റൈഫിൾ ക്ലബ്ബൊക്കെ ആണെങ്കിലും ആ സ്റ്റൈല് പക്ക പിടിച്ചുകൊണ്ട് പടം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഐ മീൻ ഇനി വരാൻ പോകുന്ന പടങ്ങൾ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വി സോളിഡ്. മാഡ് മൂവീസ് ആർ സോളിഡ് ഇൻ ടേംസ് ഓഫ് ലൈറ്റിംഗ് ആൻഡ് റൈറ്റിങ്ങും ടെക്നിക്കൽ ബ്രില്യൻസും തമ്മിലൊരു അടിപൊളി ബാലൻസ് 2025 കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് 2025 ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഈ ഒരു ബിഗ് മൂവി വരുന്നത് ലൈക്ക് ഇറ്റ് കുഡ് ബി ദ ബിഗിനിങ് ഓഫ് എ റിയലി ഗുഡ് ചേഞ്ച്. I'm really excited. ലൈക്ക് ഇത്ര ഒരു VFXൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടം വരുന്നത് എന്ന് പറയുന്നത് റിയലി എക്സൈറ്റിങ്. ആൻഡ് ലൈക്ക് kudos to Mindstream Studios because they've done a exceptional job. And the directors and the music direction, everything. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കൊരു ചേർച്ചയില്ലായ്മ തോന്നിയിട്ടില്ല. ലൈക്ക് യൂഷ്വലി ഇങ്ങനത്തെ പടങ്ങളിൽ വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോസ്റ്റ്യൂംസ് വളരെ പുതിയതായിട്ട് തോന്നും നമുക്ക്. ലൈക്ക് ക്യാരക്ടേഴ്സിന് ചേരാത്തത്. അവർ ഒരു ഫൈറ്റ് സീനിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും പുതുപുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും. പക്ഷെ അതല്ല, ഇത് സീനിനനുസരിച്ച് ബ്ലെൻഡായിട്ട് നമ്മൾ അത് നോട്ടീസ് ചെയ്ത് പോലുമില്ല. ആക്ച്വലി പറയേണ്ടത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതാണല്ലോ ഒരു ലൈക്ക് ഒരു ബ്രില്യൻ ഫിലിം എന്ന് പറയുന്നത്. നമ്മൾ ഈ ടെക്നിക്കാലിറ്റീസ് അൺബോധഡായി കാണുന്ന ആ ഒരു സംഭവമാണല്ലോ. അൺബോധഡാവണം നമ്മളതിൽ. നമ്മളത് സ്റ്റോറിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ആവണം. ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദിസ്. ഇതെൻ്റെ ആദ്യത്തെ ട്രെയിലർ റിവ്യൂ ആണ്. സോ let me know what you guys think. Give me feedback on what you guys think. Also let me know how
ഡു യു സീ ദ VFX ഇൻ ദിസ് മൂവി? പിന്നെ മൈൻസ്റ്റീൻ സ്റ്റുഡിയോസ് ഈ വീഡിയോ കണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ആ ഫ്ലെയിമിൻ്റെ ഷോട്ട് റിയൽ ആണോ CGI ആണോ എന്ന് അറിയാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെ, നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഫ്ലെയിമിൻ്റെ ഷോട്ട് നല്ല ടൈമിങ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അവർ. അത് പ്രാക്ടിക്കലി ആണെങ്കിലും VFX ആണെങ്കിലും ഇറ്റ്സ് എ റിയലി ഗുഡ് ഷോട്ട്. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ ഹൗ ദിസ് മൂവി ഗോസ് ആൻഡ് ദിസ് ഈസ് എക്സൈറ്റിംഗ് ടൈംസ് ആർ കമ്മിങ്, ഐ ഗസ്. മോളിവുഡിൻ്റെ ഒരു പുതിയ ലെവലപ്പിൻ്റെ തുടക്കമാവട്ടെ ഇതെന്ന് ആഗ്രഹിക്കുന്നു. Bye guys.